വന്ധ്യത ശാപമല്ല എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും സെക്സോളജിസ്റ്റുമായ ഡോക്ടർ സാംപി എബ്രഹാമിന് വന്ധ്യതാ ചികിത്സാ രംഗത്ത് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ അനുഭവത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. IVF വിദേശത്ത് 2 തവണ ചെയ്ത് ഫെയിൽ ചെയ്ത ഒരു പേഷ്യന്റിനെ കാണുവാൻ വന്നു. അവർക്കറിയേണ്ടിയിരുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ, അതേപറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനാണ്, അത് ചെയ്യുവാനുമാണ് അവരെൻ്റെ അടുത്ത് വന്നത്. നമ്മൾക്ക് ഈ ഭ്രൂണത്തെ ഗർഭപാത്രത്തിന് വെളിയിൽ വളർത്തുവാൻ കഴിയും. ഇതിനെയാണ് നമ്മളൊരു 6 ദിവസത്തേക്ക് നമ്മൾ ഈ ഭ്രൂണത്തെ വെളിയിൽ വളർത്തുന്ന അവസ്ഥയിലാണ് നമുക്ക് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന അവസ്ഥയിൽ ഭ്രൂണത്തെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇത്രയും നാൾ അതിന് വെളിയിൽ വളരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ള ഒരു ഭ്രൂണം ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫറിനെ പറ്റി നമുക്ക് ഒരു ധാരണയുണ്ട്, അത് നമ്മുടെ വിജയസാധ്യത കൂട്ടും. പക്ഷെ എല്ലാവർക്കും നമുക്കത് ട്രൈ ചെയ്യുവാൻ സാധ്യമാണോ? കൂടുതൽ ആരോഗ്യമുള്ള ഭ്രൂണം ഉൽപ്പാദിപ്പിച്ച ഒരാളിലാണ് അത് കൂടുതൽ ഫലവത്താകുക. അതുപോലെ തന്നെ നേരത്തെ ഒരു സൈക്കിളിൽ നമ്മൾ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3rd ഡേ ട്രാൻസ്ഫർ സമയത്ത് ഡോക്ടർ പറഞ്ഞു ആരോഗ്യമുള്ളൊരു ഭ്രൂണമാണെന്ന്, പക്ഷെ റിസൾട്ട് കിട്ടിയില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഈ ഭ്രൂണത്തെ കൂടുതൽ ദിവസം യൂട്രസിന് വെളിയിൽ വളർത്തി നോക്കുകയാണ്, അതായത് അതിന് സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിവുണ്ടോ അതോ ഇല്ലയോ എന്നറിയുവാൻ. ഇപ്പം താങ്കൾക്ക് ലഭിച്ച ഭ്രൂണത്തിന്റെ എണ്ണം കുറവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ 6 ഡേയ്സിലേക്ക് ഈ എംബ്രിയോയെ വെളിയിൽ വളർത്തുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഭ്രൂണം കിട്ടിയില്ല എന്ന് വരും. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയില്ലെങ്കിലും ചില കേസുകളിൽ നമുക്ക് പ്രഗ്നൻസി കിട്ടിയെന്ന് വരാം. അങ്ങനെയുള്ള എല്ലാ എംബ്രിയോയും ഈ 6 ദിവസം ഗർഭപാത്രത്തിന്റെ വെളിയിൽ വളരണമെന്നില്ല. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ ഭ്രൂണം വിഭജിച്ചു വരികയാണ്. 2 സെല്ല്, 4 സെല്ല്, പിന്നീട് അത് അങ്ങനെ അങ്ങ് വളരുകയാണ്. എന്നാൽ നമ്മളൊരു ബ്ലാസ്റ്റോസിസ്റ്റ് ലെവലിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭ്രൂണവും ആ രീതിയിൽ വളരണമെന്നില്ല. ഈ പടത്തിൽ കാണുന്നതാണ് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ്. ഇങ്ങനെ ഒരു ഭ്രൂണം ഈ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ഗർഭാശയത്തിന് വെളിയിൽ വളരുന്നില്ല എങ്കിൽ 2 രീതി കൊണ്ട് വരാം, 2 പ്രശ്നങ്ങളുണ്ടാകും. ഒന്നുകിൽ നമ്മൾ ആ വെളിയിൽ വളർത്തുവാൻ ഉപയോഗിച്ച സാഹചര്യം അനുകൂലമല്ലെങ്കിൽ, രണ്ടാമത് ഈ ഭ്രൂണം അത്ര ആരോഗ്യമുള്ളതല്ലെങ്കിലും ഇങ്ങനെ വരാം. നോർമലി നമുക്കറിയാം ഒരു ഭ്രൂണം അണ്ടോബീജം തമ്മിൽ സംയോജിച്ച ഒരു ഭ്രൂണം 2 മുതൽ 3 ദിവസം ആകുമ്പോൾ അത് ട്യൂബിലാണ്, അത് യൂട്രസിനുള്ളിൽ എത്തിയിട്ടില്ല. ഒരു യൂട്രസിനുള്ളിൽ സംയോജനം കഴിഞ്ഞിട്ട് ഏകദേശം 80 മണിക്കൂറിന് ശേഷമാണ് അത് ഗർഭാശയ ആവരണത്തിനുള്ളിൽ എത്തുന്നത്. അപ്പം നമ്മൾ ഒരു 5-ാം ദിവസം നോക്കുമ്പോൾ ഈ ആവരണത്തിന് ഭ്രൂണത്തെ റിസീവ് ചെയ്യാനായിട്ടുള്ള കഴിവ് കൂടുതലാണെന്ന് കരുതുന്ന ചില ഡോക്ടർമാരുണ്ട്. IVF-ൽ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വിജയസാധ്യതയാണ് വേണ്ടത്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യും? കൂടുതൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യും. കൂടുതൽ എംബ്രിയോ ഭ്രൂണം നമ്മൾ ഗർഭാശയത്തിനുള്ളിലേക്ക് കടത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുവാൻ, അതായത് മൾട്ടിപ്പിൾ പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂടും. എന്നാൽ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ കൂടുതൽ ആരോഗ്യമുള്ളൊരു ഭ്രൂണമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റുകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവയുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള സാധ്യത കുറയും. ഈ ഭ്രൂണത്തെ നമ്മളൊരു 5 ദിവസം വെളിയിൽ വളർത്തുമ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള ഭ്രൂണത്തെ സെലക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഈ മാർഗത്തിന്റെ ഒരു വിശേഷത. നേരത്തെ നമുക്ക് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ എത്തിക്കുവാൻ പറ്റിയിരുന്ന ഭ്രൂണത്തിന്റെ എണ്ണം കുറവായിരുന്നു. കാരണം അന്ന് അത്ര നല്ല മീഡിയകൾ, ഈ ഭ്രൂണത്തെ വളർത്തുവാൻ പറ്റിയ മീഡിയകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി. എന്നാൽ ആരോഗ്യമുള്ള ഒരു ഭ്രൂണമാണെങ്കിലും എന്തെങ്കിലും താളപ്പിഴകൾ ഈ കൾച്ചർ മീഡിയയിലോ അല്ലെങ്കിൽ അത് വളരുന്ന ഇൻക്യുബേറ്ററിലോ ഉണ്ടായാൽ ആരോഗ്യമുള്ള ഒരു ഭ്രൂണത്തിന് പോലും ചിലപ്പോൾ ഈ രീതിയിൽ വളരുവാൻ സാധിച്ചു എന്ന് വരികയില്ല. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഭ്രൂണത്തിന് എണ്ണം കുറവാണെങ്കിൽ ഈ മാർഗം നമുക്ക് ചിലപ്പോൾ ഒരു റിസ്ക്കായി മാറുവാനിടയുണ്ട്. അപ്പം വന്ധ്യതാ ചികിത്സയിൽ, പ്രത്യേകിച്ച് ടെസ്റ്റ് ബേബി ചികിത്സയിൽ ധാരാളം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെ ഒരിക്കലും ഒരു അവസാന മാർഗം എന്ന നിലയിൽ തള്ളരുത്. കാരണം സാധാരണ മാർഗങ്ങൾ പരീക്ഷിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടുന്നില്ല എങ്കിൽ ടെസ്റ്റ് ബേബി ചികിത്സ നിങ്ങളുടെ
നല്ല പ്രായത്തിൽ ആരോഗ്യമുള്ള ഒരു ഭ്രൂണത്തെ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയത്ത് ചെയ്താൽ തീർച്ചയായിട്ടും അത് ടെസ്റ്റ് ബേബി ചികിത്സയുടെ വിജയ സാധ്യതയെ വളരെയേറെ ഉയർത്തും എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട്. മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞ് അവസാനം നമ്മൾ ടെസ്റ്റ് ബേബി ചികിത്സയ്ക്ക് തിരിയുകയാണെങ്കിൽ അവിടെ നമുക്ക് ആരോഗ്യമുള്ള ഒരു ഭ്രൂണം കിട്ടുവാനുള്ള സാധ്യത കുറയും. അപ്പോൾ ടെസ്റ്റ് ബേബി ചികിത്സയുടെയും വിജയത്തിന്റെ ഒരു പ്രധാന ഭാഗം പ്രായം തന്നെയാണ്. ഇനി ടെസ്റ്റ് മണി. ദാമ്പത്യ ബന്ധം പൂർണ്ണമാകുന്നത് ഒരു കുട്ടിയുടെ ജനനത്തോടെയാണ്. അമ്മയാവുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും ഏറ്റവും വലിയ ആഗ്രഹവുമാണ്. വിവാഹത്തിന് ശേഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഡോക്ടർ സാംപി എബ്രഹാമിന്റെ വന്ധ്യതാ ചികിത്സയിലൂടെ ലഭിച്ച കുഞ്ഞുമായി അവർ അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഫാമിലിയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു 17-18 വർഷക്കാലം ഞങ്ങൾ അങ്ങനെ നീണ്ടുപോയി. ഞങ്ങളുടെ മെയിൻ പ്രശ്നം അബോർഷനായിരുന്നു. ഈ ഡോക്ടറെ പരിപാടി ഞങ്ങൾ TV-യിൽ വെച്ചിട്ട് കണ്ടു. അങ്ങനെ ഡോക്ടറെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നു. ആദ്യത്തെ ഒരു ടെസ്റ്റിൽ തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല, ഇവിടുന്ന് ശരിയാക്കി തരാമെന്ന് മക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഡോക്ടർ നിർദ്ദേശിച്ച ഏത് ട്രീറ്റ്മെന്റും ഞങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഇവിടുന്ന് ഒരു കുഴപ്പമില്ലാത്ത ഒരു കുട്ടി ഞങ്ങൾക്ക് ഉണ്ടായി. അതിലിടയ്ക്ക് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും ഡോക്ടർ ഉത്തരവാദിയാണ്. ഡോക്ടർ സഹായക്കാരുണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുട്ടികളില്ലാത്ത ഏതൊരു ദമ്പതിമാരും കഷ്ടപ്പെട്ടിട്ട് പുറകോട്ട് പോകാത്ത ഞങ്ങൾ ഈ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന നിലക്ക് ഞങ്ങൾ എത്രയോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതായത് ഒരു ഡോക്ടറാണ് ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z വരെ ഒരു ഡോക്ടറാണ് ചെയ്യുന്നത്. ഏതൊരു പേഷ്യൻറ്റിൻ്റെ മെയിൻ പ്രോബ്ലം ഡോക്ടർക്ക് A to Z വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കാൻ പറ്റുന്ന ഡോക്ടർ ഒറ്റക്കൊരു ഡോക്ടർ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഗുണനിലവാരം കിട്ടുന്നത്. പിന്നെ ഡോക്ടറെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മെഡിസിനും കൂടിയാണ്, നല്ല ഗുണനിലവാരമുള്ള മെഡിസിനും കൂടിയാണ്. എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും A to Z ഡോക്ടർ അത് തരണം ചെയ്തിരിക്കും. പിന്നെ എൻ്റെ മകൻ ആയതിനു ശേഷം ഡെയിലി സ്കാനിങ്ങിൽ 3 മാസം തൊട്ടിട്ട് എൻ്റെ മകനെ ഡോക്ടർ സ്കാൻ ചെയ്ത് ഞങ്ങൾ കാണിച്ചു തരും. ഇതാ ഇത്രയായി മോനെ എണ്ണിക്കോ. ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും മോനെ ഞങ്ങൾ ചെറുപ്പത്തിലെ കണ്ടു വളർന്ന മകനാണിത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് ഇന്നലെയായിരുന്നു എൻ്റെ മോൻ്റെ 2ാമത്തെ ബർത്ത്ഡേ. അത് ഞങ്ങൾ നാട്ടിൽ പോലും ആഘോഷിക്കാത്ത ഇവിടെയാണ് വരാറ്. ഇതിന് മുന്നേ ഇവിടെ വന്നിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ ഇവിടെയായിരുന്നു ആഘോഷിക്കാറ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ തറവാടാണ് ഈ ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണുന്നത്. ആ രീതിയിലാണ് ഡോക്ടറും ഫാമിലിയും അവിടുത്തെ സ്റ്റാഫ് കംപ്ലീറ്റ് ഞങ്ങളെ കാണുന്നതും ആ ഒരു രീതി തന്നെയാണ്. ഇപ്പോൾ ആ ഒരു സന്തോഷം വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ ടൈം ആകുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ വരണം, ഡോക്ടറെ കാണണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇന്നലെ ഡോക്ടറെ കണ്ടു. ഇന്നലെ മകൻ്റെ ബർത്ത്ഡേ അവിടുന്ന് ആഘോഷിച്ചു. വളരെ സന്തോഷമായി. ഇനിയും മേലിൽ അങ്ങോട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പിറകോട്ട് പോകാത്ത ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഡോക്ടർ ഹെൽപ്പ് ചെയ്യും. അത് ഉറപ്പാണ്. ഡോക്ടറുടെ മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഡോക്ടർക്ക്. ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ഡോക്ടർ അതെല്ലാം സഹിച്ചിട്ട് ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ജീവിതം ശരിക്കും ഒഴിഞ്ഞു വെച്ചെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു ഡോക്ടറാണ് ഇത്. ഇപ്പോഴ് ഇങ്ങനെയുള്ളൊരു നല്ല സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കി തന്നു. എല്ലാ വർഷവും ഇവിടെ വരാനുള്ള താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായി. അടുത്ത വർഷവും മകൻ്റെ എല്ലാ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നത് എല്ലാ ബർത്ത്ഡേ ഇവൻ്റെ ഇവിടെ വന്നിട്ട് ആഘോഷിക്കണം തന്നെയാണ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഡോക്ടർക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ദൈവത്തിന് നന്ദി, ആശംസ നേർന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞങ്ങൾ 5 വർഷം വേറെ ഹോസ്പിറ്റലിലെല്ലാം പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒന്നും റെഡിയായില്ല. അപ്പം ആ സമയത്താണ് TV പ്രോഗ്രാമിൽ സാം എബ്രഹാം ഡോക്ടറുടെ പരിപാടി ഞങ്ങൾ കണ്ടത്. അപ്പം ഞങ്ങൾ ഇതും കൂടി ഒന്ന് നോക്കി കളയാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് 1 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത്. അപ്പുറം ഞങ്ങൾക്ക് മെയ് 4-ാം തീയതി ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ഞങ്ങൾക്ക്
ഡോക്ടറോടും കുടുംബത്തോടും എല്ലാ സ്റ്റാഫിനോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സാം ഡോക്ടറെ കുറിച്ച് അറിയാനിടയായി. 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ 29-ാം തീയതി ഒരു ആൺകുഞ്ഞ് പിറന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി സാം ഡോക്ടറോടും കുടുംബത്തിനോടും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും അറിയിക്കുന്നു. ഉന്നതമായ ലക്ഷ്യങ്ങളാണ് നമ്മളെ ഉയരത്തിലെത്തിക്കുന്നത്. അവ ദീർഘവീക്ഷണത്തോടുകൂടി ഉള്ളവയായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് ദൃഢനിശ്ചയത്തോടെ നമ്മൾ മുന്നേറണം. ഔന്നിത്യമാർന്ന ലക്ഷ്യമുള്ളവർ കുറവായിരിക്കാം. ഉന്നതമായ ലക്ഷ്യങ്ങളുണ്ട്, അവ നേടുവാൻ പരിശ്രമിച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതാണ് എന്ന് കരുതുന്ന ചിലരുണ്ട്. ഇത് പാടെ തെറ്റാണ്. ഉന്നത ലക്ഷ്യമില്ലാത്തവർക്ക് ജീവിതത്തിന്റെ ഒരു മേഖലയിലും കരകയറുവാൻ സാധ്യമാകുകയില്ല. അങ്ങനെയുള്ളവരാണ് ചരിത്രം സൃഷ്ടിച്ചത്. അവർ സൃഷ്ടിക്കുന്ന ചരിത്രത്തിന് പിന്നാലെ ലോകം സഞ്ചരിക്കും. ഈ അറിവ് നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾ വലുതായിരിക്കുക. നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളെ പറ്റി ചിന്തിക്കുക. തീർച്ചയായിട്ടും വന്ധ്യ എന്ന വിപത്തിൽ നിന്ന് കരകയറുവാൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ചിന്തകൾക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. വന്ധ്യ എന്നൊരു ശാപമല്ല. വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരികൾക്ക് ലഭിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾ വളരെ ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് വന്ധ്യക്കെതിരെ പടവരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യത ശാപമല്ല എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം വീണ്ടും കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഇമെയിലുകളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: Abraham's Advanced Infertility and Sexology Center, Adhikar Chambers, near Bishop Palace, Changanasheri. Phone 0481 2410 356. Mobile 9744 939925.